അജിത് ഡോവൽ വന്നത് നമ്മുടെ PSLV C-62 പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ. 2 തവണ കഴിഞ്ഞ വർഷം മെയ് 18-നും ഈ വർഷം ജനുവരി 12-നും നമ്മൾ ഈ PSLV റോക്കറ്റ് ഇന്ത്യയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള, ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും കൃത്യതയുള്ള റോക്കറ്റുകളാണ്. ഈ 2 റോക്കറ്റുകളും നിരവധി ഉപഗ്രഹങ്ങളുമായി പറന്നു വരുന്ന 2 റോക്കറ്റുകളും അതിൻ്റെ PS-4 4-ാം ഘട്ടത്തിൽ ക്രയോജനിക് ഘട്ടത്തിലെ തകരാറ് മൂലം പരാജയപ്പെട്ടു. ഒപ്പം കൊണ്ടുപോയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ പരാജയമുണ്ടായ ഉടനെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇത് പരാജയപ്പെടാനുള്ള കാരണം സംശയകരമാണ്. കാരണം അതിനകത്ത് ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള അന്വേഷ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹമുണ്ട്. അതായത് ഭൂമിയെ അരിച്ചു പെറുക്കാൻ വേണ്ടി നമ്മുടെ അതിർത്തി, പ്രത്യേകിച്ച് ഇന്ത്യ ഉപഭൂഖണ്ഡം ഇരിക്കുന്ന പ്രദേശമാകെ അരിച്ചു പെറുക്കാൻ പറ്റുന്ന ചാര ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിച്ചിരുന്നു. ആ ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ടാണ് PSLV C-62 പോയത്. 2 തവണയും നമ്മൾ ഇതുപോലെ ഭൂമിയെ നിരീക്ഷിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ അതിർത്തി രാജ്യങ്ങളെയും നിരീക്ഷിക്കാനുള്ള ചാര ഉപഗ്രഹങ്ങൾ വച്ചിരുന്ന 2 PSLV ദൗത്യങ്ങളും പരാജയപ്പെട്ടു. അപ്പോൾ അത് യാദൃശ്ചികമാണ്, അറിയണം, അതീവ ഗുരുതരമായ കാര്യമാണ്. കാരണം മാത്രമല്ല, ഈ PSLVയുടെ വിക്ഷേപണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്ന, അത് തയ്യാറാക്കുന്ന, റോക്കറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിക്കുന്ന വളരെ നിർണായകപ്പെട്ട കേന്ദ്രമാണ് VSSC. VSSCയിൽ എന്തെങ്കിലും പിഴവ് പറ്റിയാണോ, സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അട്ടിമറി നടന്നിട്ടുണ്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അട്ടിമറിക്കുള്ള സാധ്യത. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചാര ഉപഗ്രഹങ്ങൾ അടങ്ങുന്ന ഒരു വിക്ഷേപണമായതുകൊണ്ട് അത് തുടരെ പരാജയപ്പെട്ടത് അട്ടിമറി മൂലമാണെന്നുള്ള സംശയം പ്രബലമായപ്പോൾ അത് അന്വേഷിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പറഞ്ഞയച്ചതാണ് അജിത് ഡോവൽ.